അടിപൊളി പടം. അടിപൊളിയായിരുന്നു. പിള്ളേർക്ക് കാണാൻ പറ്റിയ പടം. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ 3D പടം. ഫസ്റ്റ് ഡയറക്ഷനിൽ ശരിക്കും ഇത് നല്ലൊരു മൂവി തന്നെയാണ്. നല്ല മേക്കിംഗ് ആണ്. പക്ഷെ എല്ലാം പുള്ളി ഒറ്റയ്ക്ക് ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഇത്ര നാളത്തുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ഡയറക്ഷൻ തന്നെയാണ്. എനിക്ക് അതിന് ചെറിയായിട്ടുള്ള പാളിച്ചകളുണ്ട്. ഫസ്റ്റ് മൂവി ആയത് കാരണം കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. നല്ല മൂവിയാണ്. എബോവ് ആവറേജ് ആണ്. അടിപൊളി പടം. അടിപൊളിയായിരുന്നു. പിള്ളേർക്ക് കാണാൻ പറ്റിയ പടം. അഭിനയം അതിലഭിനയിച്ച മറ്റേ പെൺകുട്ടിയും അടിപൊളിയായിരുന്നു. മോഹൻലാൽ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് കുട്ടികൾക്ക് മസ്റ്റ് വാച്ചാണ്. ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല സിനിമയാണ്. കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ 3D പടം. നല്ല പടമാണ്. നല്ല സിനിമ. എങ്ങനെയുണ്ട് പുതിയ 3D എഫക്ട് അടിപൊളിയാണ്. ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഗ്രാഫിക്സ് അടിപൊളി. മോഹൻലാലിന്റെ പുതിയ ഡയറക്ഷനാണ്. അതൊരു വെറൈറ്റി സബ്ജക്റ്റ് ആണ്. നമ്മൾ കാണാത്ത ഇംഗ്ലീഷിൽ കാണാത്ത ഒരു ഐറ്റം സബ്ജക്റ്റ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സബ്ജക്ട്. കുട്ടികൾക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തീർച്ചയായും കുട്ടികൾക്കുള്ള സിനിമയാണ് ഇത്. സത്യം പറഞ്ഞത് മുതിർന്നവർക്ക് മാത്രമൊന്നുമല്ല, കുട്ടികളെ കൊണ്ടുപോയി കോളേജ് തലത്തിലും കുട്ടികളും LP സ്കൂൾ മുതൽ കാണിക്കുന്ന സിനിമയാണ്. അടിപൊളി സിനിമ. രണ്ടും അടിപൊളിയാണ്. ഒന്നിനൊന്ന് മെച്ചാണ്. നന്നായിട്ടുണ്ട്. കുട്ടികളെ തീർച്ചയായിട്ടും കൊണ്ടുപോയി കാണിക്കണം. ഈ റിവ്യൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എടുത്ത സിനിമ പോലെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആദ്യം കുറച്ച് സ്ലോ ആയിട്ടാണ് പടം തുടങ്ങിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ കണ്ടന്റിലേക്ക് കയറിയപ്പോൾ പടം നീതി പുലർത്തി എന്ന് തന്നെ പറയാം. കാര്യം നമുക്കറിയാം എങ്ങനെയുള്ളൊരു സിനിമയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആ സിനിമ വന്നിട്ടുണ്ട്. സോങ്സ് ആയാലും മോശമാക്കിയിട്ടില്ല. പിന്നെ പെർഫോമൻസ് വൈസ് ഇപ്പം ലാലേട്ടന്റെ ആ ഒരു പെൺകുട്ടിയുടെ പെർഫോമൻസ് വൈസ് ബാക്കി എല്ലാവരും ഒരു ആവറേജ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പടം ഫാമിലീസിനും ഈ പറഞ്ഞ കുട്ടികൾക്കും ഒരു ടാർഗറ്റഡ് ഓഡിയൻസിന് സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ പറയാ, നമ്മളെ പിടിച്ചിരുത്തണ്ടേ? അതല്ലേ ഡയറക്ഷൻ. ഇല്ല, നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ചിരിക്കുക പറഞ്ഞില്ലേ. നമ്മൾ 250 കൊടുത്തത് സഹിച്ചിരുന്നതാണ്. അത്രക്കും മോശമാണ്, വളരെ മോശം. ആകെ ഞാൻ പറഞ്ഞില്ല, എടുത്തു പറയാൻ ആ 3D എഫക്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കുറച്ച് ഗ്രാഫിക്സ് പരിപാടി, ബാക്കി എല്ലാം കൊണ്ടു പോകാം. എടുത്തു പറയാം, ഒരാളെ പിടിച്ചിരുത്താൻ മോഹൻലാലിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ ഇത് തന്നെ. വേറെ ഡയറക്ഷൻ ഇതിന് നടക്കില്ല. കഴിഞ്ഞ അത്രേ ഉള്ളൂ. നല്ല പടം. കീഴിലും പടം ഒരു രക്ഷയില്ല കേട്ടോ. ഇംഗ്ലീഷ് പടം പോലുള്ള പടം, മലയാളം പടം എന്ന് പറയത്തില്ല, ഇംഗ്ലീഷ് പടം പോലുള്ള പടം. ലാലേട്ടൻ സംവിധാനം കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. ഇത് പിള്ളേർക്കുള്ള പടമല്ലേ, അതിന്റെ ഇതായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷെ കറക്റ്റ് ഒരു ഇംഗ്ലീഷ് പടം പോലുള്ളൊരു പടമാണ്. കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണുന്നതൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. പിള്ളേർക്കും നല്ല, എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. നല്ലൊരു പടം. ഭയങ്കര പോറാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. മാജിക്കൽ മൂവിയാണ്, കണ്ടിരിക്കുക. പിന്നെ മോഹൻലാലിന്റെ ഡയറക്ടർഷിപ്പ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കുറെ നാൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു 3D മൂവിയാണ്ട് കണ്ടിരിക്കാം. പിള്ളേർക്ക് മാത്രമുള്ള ഒരു ടാർഗറ്റ് അല്ല, സാധാരണ വലിയ ആൾക്കാർക്കും കാണാം. വെറുതെ കണ്ടിരിക്കാം. അങ്ങനെ ഒരു കുറച്ച് ഡ്രാഗിങ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും. പടം അടിപൊളിയാണ്. നല്ല സിനിമ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പടം കണ്ട് പൈസ പോയി. അത്രയും മഹാ അപരാധമാണ്. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി.
ഒരുപാട് പ്രതീക്ഷയോടെ വന്നു മോഹൻലാലിന്റെ ഒരു സംവിധാനം. പക്ഷെ സൂപ്പറാണ്, സൂപ്പർ സൂപ്പറാണ്. ചോക്കായിട്ട് എനിക്ക് പടം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പടം എങ്ങനെയുണ്ട്? അടിപൊളി. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? മോളെ പടം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചേച്ചി? സിനിമ എങ്ങനെയുണ്ട് ചേച്ചി? ചേച്ചി സിനിമ എങ്ങനെയുണ്ട്? മോനെ പടം എങ്ങനെയുണ്ടാ? നല്ല പടമായിരുന്നോ? അടിപൊളി. പടം ഇഷ്ടപ്പെട്ടോ മോളെ? പടം ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയുള്ള പടങ്ങള് എലോൺ ഉൾപ്പെടെ മിക്ക പടങ്ങളും ഇഷ്ടപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ലാലേട്ടനെ എല്ലാ പടവും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്ന ആളാണ്. പക്ഷേ എലോൺ ഉൾപ്പെടെയുള്ള പടങ്ങൾ അന്നോട്ട് തുടങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ പടം എബോ ആവറേജ് തന്നെയാണ്. കാര്യം അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് കുട്ടികളെയും അങ്ങനെയുള്ള ക്ലാസ്സിനെ തന്നെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അല്ലാതെ തന്നെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് പ്രായമുള്ളവർക്ക് പോലും ഇഷ്ടപ്പെട്ടിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഞാൻ ഈ പറഞ്ഞ പോലെ ലാഗുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാട്ട് വേറെ ആളിനെ വെച്ചെടുക്കായിരുന്നു. ഒരുപക്ഷെ ആ പാട്ടുകൾ പോലെ ഒരു കുട്ടികളെ കൊണ്ട് പാടിയിരുന്ന ചൂടെ നന്നായിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ഹോളിവുഡ് ലെവലിലൊന്നും മേക്ക് വന്നതിൽ ആദ്യമായിട്ടാണ് ഇത്തരം റിയലിൽ ഒരു 3D സിനിമ ചെയ്യുന്നത്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ചെയ്ത ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാവരും വന്ന് സിനിമ കാണുക, വിജയിപ്പിക്കുക. നല്ല സിനിമയാണ്, ഫാമിലി സിനിമ. ഈ ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങാൻ പറ്റിയ അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല കളർഫുൾ സിനിമ, അടിപൊളി. 3D ഒക്കെ അത് ഞാൻ പറയാം, 3D ഒക്കെ അടിപൊളിയാണ്. നമ്മൾ തിയേറ്ററിൽ വന്ന് കാണാം, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ. നമ്മളൊരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് കാണണം. അടിപൊളിയാണ്. ഇതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തേക്കുന്നു, അതുപോലെ തന്നെ ഇത് എഡിറ്റിംഗ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇത് ഡയറക്ഷൻ ആണെങ്കിലും അഭിനയമാണെങ്കിലും നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ 47 വർഷത്തിലെ ഇത്രയും നല്ലൊരു സിനിമ അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഒരു നല്ല ദിവസമായി ഇന്ന് മാറട്ടെ. ഡിസംബർ 25 അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഇറങ്ങിയത് ഈ പറഞ്ഞ റിലീസ് സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ്. അത് ഡിസംബർ 25 എന്ന് പറയുന്ന ഈ ദിവസം തെരഞ്ഞെടുത്താണ് ഇറക്കിയത്. അതുപോലെ തന്നെ ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമയും അതുപോലെ തന്നെ ഇറക്കിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും ഒരു വെട്ടോ കുത്തോ കൊലപാതകമോ ഒന്നുമില്ല, മാസല്ല. ഇത് ഫുള്ള് ഫാമിലിക്ക് വന്നിട്ട് കാണാൻ പറ്റിയ ഒരു റിയൽ സിനിമയായിട്ട് ഇത് മാറട്ടെ. നല്ല സിനിമയാണ്. ലാലേട്ടന്റെ ജീവിതത്തിലെ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ. ഇത് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും പ്രേക്ഷകരെ വിശ്വസിക്കാതെ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ഇതിലൊരു സെക്സ് എനിക്ക് തോന്നുന്ന കേരളത്തിലും ഓവർസീസിലും നല്ലപോലെ ഓടാൻ ചാൻസ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ കണക്ട് ആവില്ല, നമുക്ക് കണക്ട് ആവുന്ന പോലെ നമുക്ക് കണക്ട് ആവില്ല. അപ്പൊ ഏതായാലും ഒരു സക്സസ്ഫുൾ വെഞ്ചർ ആയിരിക്കും. പിന്നെ ഡയറക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഫാമിലി ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഫുൾ ഫാമിലി ഓഡിയൻസ് ആണ്. അതില് നമ്മുടെ യൂത്ത് പോയി ഇങ്ങനെ മാസം അതൊന്നും പ്രതീക്ഷ ഒന്നും പോവല്ലേ. കിഡ്സിന്റെ മൂവി കാണാൻ പോവാ, എൻജോയ് ചെയ്യാൻ പോകണം മാത്രം, ഒരു മുത്തശ്ശി കഥ കാണാൻ പോവാന്ന് മാത്രം വിചാരിച്ചു പോവാ.